ഒട്ടൊഴിയാതെ ഭൂഭാരം തീർപ്പാനായി ദുഷ്ടഭൂപരെ കൊന്നു മുടിച്ചതും പെട്ടെന്നമ്പോടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണണം ഗോവിന്ദ. മുമ്പിൽ നിൽക്കുന്നത് കൗരവ സൈന്യത്തിൻ്റെ ആനപ്പട. അതിൻ്റെ പിന്നിൽ നിൽക്കുന്നതോ ശക്തനായ ദ്രോണാചാര്യൻ്റെ സേനാവ്യൂഹം. ഇത് കടന്നു വേണം 3 യോജന ദൂരെ നിൽക്കണ ജയദ്രഥനെ രക്ഷിക്കാൻ നിൽക്കുന്ന പടയുടെ മുമ്പിൽ എത്താൻ. ചില്ലറ പണിയൊന്നുമല്ല. സൂര്യാസ്തമനം അടുത്തു വരുന്നു. എന്തായാലും അർജുനനും ശ്രീകൃഷ്ണനും അവിടെ തന്നെ ഉണ്ടാവും. മഹാരാജാവിൻ്റെ ആവശ്യം പരിഗണിക്കാണ്ട് വഴിയില്ല. കൃഷ്ണാർജുനന്മാർ അപകടത്തിലാണെങ്കിൽ അവരെ രക്ഷിക്കാൻ എത്താണ്ടിരിക്കാനും വഴിയില്ല. പൂവന്നെ തീരുമാനിച്ചു. ഉടനെ തന്നെ തേരിന്ന് ഇറങ്ങി ആചമനമൊക്കെ കഴിച്ച് യുധിഷ്ഠിരൻ്റെ കാല് തൊട്ട് വന്നിച്ച് പോവാൻ തയ്യാറായി. ഈ സമയത്ത് ദാരുകൻ്റെ അനുജൻ സത്യകിയുടെ തേരാളിയായിട്ട് അവനും കയറിയിരുന്നു. അവിടുന്ന് പുറപ്പെട്ട സത്യകി അവിടെ ഒരു താണ്ഡവം തന്നെയാണ് നടത്തിയത്. ആർക്കും എതിർക്കാൻ വയ്യ. ആനപ്പട കിടന്നു. നേരെ ദ്രോണാചാര്യൻ്റെ വമ്പിച്ച സൈന്യത്തിൻ്റെ മുമ്പിലേക്കാണ് ചെന്ന് കയറുന്നത്. സത്യകി ആലോചിച്ചു, ഇപ്പോൾ ആചാര്യനോട് എതിർത്ത് സമയം കളയാൻ പറ്റില്ല എന്നും വിചാരിച്ച് അർജുനൻ ചെയ്തതുമാതിരി ദ്രോണാചാര്യനെ പ്രദക്ഷിണം വെച്ച് കുമ്പിട്ട് സത്യകി അങ്ങോട്ട് കയറിപ്പോയി. അടുത്ത് നിൽക്കുന്നത് കൃതവർമാവിൻ്റെ ഭയങ്കര സൈന്യം. സത്യകി അവരോട് ഏറ്റു. അപ്പോൾ ഭീമസേനന് ഒരു ബുദ്ധി തോന്നി. ഭീമസേനൻ പോയി സത്യകിയുടെ കൂടെ കൂടിയിട്ട് കൃതവർമാവിൻ്റെ സൈന്യത്തെ തല്ലി തകർക്കാൻ തുടങ്ങി. അപ്പോൾ കൃതവർമാവിൻ്റെ ശ്രദ്ധ ഭീമസേനനിലേക്ക് മാറി. ഈ തക്കം നോക്കി സത്യകി പിന്നെയും മുമ്പിലേക്ക് പോയി. അടുത്തത് മഗധ രാജാവാണ്. മഗധ രാജാവ് വന്നേറ്റു. സത്യകിയുടെ മൂർച്ചയേറിയ കത്തിയമ്പുകൾ മഗധൻ്റെ 2 കൈകളും മുറിച്ചു തള്ളി. 3ാമത്തെ അമ്പ് മഗധൻ തീർന്നു. ഇത് കണ്ടപ്പോൾ കൗരവപ്പടയും ദുര്യോധനനും കുറച്ചൊന്നുമല്ല അമ്പരന്നത്. ഈ ശനിപുത്രൻ്റെ താണ്ഡവം അതിഭയങ്കരം തന്നെ. സത്യകി പിന്നെയും സ്ഥലമുണ്ടാക്കി മുമ്പോട്ട് നീങ്ങി. ഉടനെ ദ്രോണരും കൃതവർമാവും സത്യകിയെ പിന്നെയും എതിർക്കാൻ തുടങ്ങി. ദുര്യോധനൻ, ദുശാസനൻ, ദുർമർഷണൻ, ദുർമുഖൻ, വികർണൻ ഇവർ മുമ്പിൽ നിന്ന് എതിർക്കുക. പിന്നീന്ന് കൃതവർമാവും ദ്രോണാചാര്യരും. സത്യകിയുടെ രഥം വട്ടം ചുറ്റിയാണ് യുദ്ധം ചെയ്യണത്. എന്താ ഒരു കഴിവ്! ശനിപുത്രൻ അങ്ങനെ ചുറ്റിയാണ് എല്ലാവരോടും ഒരേ സമയം യുദ്ധം ചെയ്യുക. സത്യകി ദുര്യോധനൻ്റെ വില്ല് മുറിച്ചു. ദുര്യോധനൻ്റെ തേരും നാശമാക്കി. ആകെ പരിഭ്രമത്തിലായ ദുര്യോധനനെ ദുർമർഷണൻ വന്ന് തേരിൽ കയറ്റി ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി. കൃതവർമാവിനോട് ഏറ്റുമുട്ടി സത്യകിയുടെ ശരം കൊണ്ട് കൃതവർമാവിൻ്റെ പോർച്ചട്ടം മുറിഞ്ഞ് രക്തം ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. കൃതവർമാവ് മാറി. വീണ്ടും രഥം മുന്നോട്ട് നീങ്ങണു. ദ്രോണൻ്റെ ശക്തിയേറിയ ശരങ്ങൾ സത്യകിയെ കുറച്ചൊന്നുമല്ല പീഡിപ്പിച്ചായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ദ്രോണൻ ശക്തി ആയുധം പ്രയോഗിച്ചു. സത്യകിയുടെ സാരഥി ദാരുകൻ്റെ അനുജൻ വശമായിട്ട് തേരങ്ങോട്ട് മാറ്റി. ദ്രോണാചാര്യൻ്റെ ശക്തി ആയുധം നിഷ്ഫലമായി പോയി. അപ്പോൾ ദ്രോണാചാര്യൻ വീണ്ടും പ്രയോഗിച്ചു. അത് സത്യകിയുടെ സാരഥിയെ ചെറുതായിട്ടൊന്ന് ബാധിച്ചു. അയാൾക്ക് ബോധം നശിച്ചു. ഉടനെ തന്നെ തേരിൻ്റെ കടിഞ്ഞാൺ കൂടി കൊണ്ട് പിടിച്ചു. എന്നിട്ട് തേര് നിയന്ത്രിച്ചു കൊണ്ട് ഇവരോട് എതിർക്കുക. ശനിപുത്രൻ്റെ ആ കഴിവ് പ്രശംസനീയം തന്നെയാണ്. അത് കണ്ടിട്ട് ദ്രോണാചാര്യന് വലിയ സന്തോഷമുണ്ടായി. എന്താ ഒരു കഴിവ്! ഗുരുക്കൾ അങ്ങനെയാണല്ലോ. മറ്റുള്ളവരുടെ കഴിവിനെ അഭിനന്ദിക്കാൻ മനസ്സുള്ളവരായിരിക്കേ. ഇനി വഴിയില്ല എന്ന് കണ്ടിട്ട് സത്യകി എന്ത് ചെയ്തു? ദ്രോണൻ്റെ വില്ല് മുറിച്ചു. എന്നിട്ട് കുതിരകളെ അങ്ങോട്ട് ഭയപ്പെടുത്താൻ തുടങ്ങി. അമ്പ ചെയ്തിട്ട് കുതിരകൾ ആകെ ഭയപ്പെട്ടിട്ട് തേരും വലിച്ചുകൊണ്ട് ഓടി. ആചാര്യൻ്റെ തേര് പിടിച്ചു നിർത്താൻ വേണ്ടി കുറേ ആളുകൾ പിന്നാലെ. അങ്ങനെ അവിടെ ചെറിയൊരു വഴി കിട്ടി. ആ വഴി കൂടി സത്യകി പിന്നെയും മുമ്പിലേക്ക് കയറി.
അപ്പോഴാണ് സുദർശനൻ വരണത്. ഒരമ്പ് സുദർശനൻ്റെ കണ്ടം മുറിച്ച് കളഞ്ഞു. ശനിപുത്രൻ പിന്നെയും മുമ്പിലേക്ക് കയറുമ്പോൾ മ്ലേച്ഛന്മാരുടെ സൈന്യം വന്ന് തടുത്തു. അവരിൽ മിക്കവാറും പേരെയും കാലപുരിക്ക് അയക്കുകയും ചെയ്തു. പിന്നീട് ശകുനി വന്ന് എതിർത്തു. ശകുനി ഇവിടെ വില്ല് മുറിച്ചു. കുതിരകളെ ദ്രോണാചാര്യൻ്റെ കുതിരകളെ പേടിപ്പിച്ച മാതിരി അങ്ങോട്ട് പേടിപ്പിച്ചപ്പോൾ ആ കുതിരകൾ ശകുനിയും വലിച്ചുകൊണ്ട് ഓടിപ്പോയി. അവിടെയും നല്ല ഒരു സൗകര്യം കിട്ടി. പെട്ടെന്ന് ശനിപുത്രൻ്റെ സാരഥി തേര് മുമ്പിലേക്ക് തന്നെ നീങ്ങി. അപ്പോഴാണ് ദുശാസനൻ വരണത്. ദുശാസനൻ ഒറ്റ ആഗ്രഹമുള്ളൂ, ഇവിടെ വെച്ച് സത്യകയെ തീർക്കണം. കുറഞ്ഞ പക്ഷം സത്യകയെ പിന്മാറ്റിയെങ്കിലും വേണം. പ്രാകൃത സൈന്യത്തിനെയും മ്ലേച്ഛ സൈന്യത്തിനെയും ഒക്കെ കൂട്ടിയിട്ടാണ് ദുശാസനൻ്റെ വരവ്. ഈ പ്രാകൃത സൈന്യം ആയുധമൊന്നും ശരിക്കും ഉപയോഗിക്കാൻ അറിയില്ല. കല്ലും കവണ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ സത്യകിക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. പടപടാൻ തീർത്തു. ദുശാസനൻ്റെ നെഞ്ചിൽ കൂട്ടത്തു ഒരു കൂരമ്പ്. ചട്ട മുറിഞ്ഞു. ചോര ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. ദുശാസനൻ പിന്മാറി. നിലവിളിച്ചുകൊണ്ട് നേരെ ദ്രോണാചാര്യൻ്റെ മുമ്പിലെത്തി. ദ്രോണാചാര്യൻ ഇത് കണ്ടപ്പോൾ ചിരിച്ചു. ദുശാസനൻ സങ്കടപ്പെട്ടപ്പോൾ ദ്രോണാചാര്യൻ പറഞ്ഞു, ദുശാസന, നീ ഒരുത്തൻ കാരണമാണ് ഈ യുദ്ധം മുഴുവൻ ഇവിടെ ഉണ്ടാക്കിക്കണത്. നീ ഇത് അനുഭവിച്ചേ പറ്റൂ. ഒന്നാലോചിക്കുക, സത്യകയോട് എതിർക്കാൻ പറ്റാത്ത നീ എങ്ങനെയാണ് ഇനി കൃഷ്ണാർജുനന്മാരോട് എതിർക്കാൻ പോണത്? ഇങ്ങനെ പേടിച്ചോടിപ്പോവരുത്. ക്ഷത്രിയനാണ് നീ. പടക്കളത്തിൽ വെച്ച് നീ വീരമൃത്യു പ്രാപിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ളവനാണ്. അതുകൊണ്ട് അങ്ങനെ പേടിച്ച് പിന്മാറരുത്. പോയി സത്യകയോട് എതിർക്കുമെന്നും പറഞ്ഞയച്ചു. ഇതൊക്കെ കേട്ട ദുശാസനം തല താഴ്ത്തി നിന്നേ ഉള്ളൂ. ആചാര്യൻ പറഞ്ഞ മാതിരി വീണ്ടും സത്യകയുടെ മുമ്പിലേക്ക് പോയി. ഈ സമയത്ത് പോലെ പാഞ്ചാലന്മാർ വന്ന് ദ്രോണനോട് എതിർത്തു. ദ്രോണനോട് പാണ്ഡവ സൈന്യം ഇടതടവില്ലാണ്ട് എതിർക്കാണ്. എന്താണെന്ന് വെച്ചാൽ ദ്രോണൻ തിരിയരുത്. ദ്രോണൻ തിരിഞ്ഞ് ജയദ്രഥനെ രക്ഷിക്കാൻ പോകരുത്. ഇവിടെ തന്നെ കുടുക്കിയിടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പോർമുഖങ്ങൾ തുറന്നിട്ടാണ് അവർ യുദ്ധം ചെയ്യണത്. എതിർപ്പ് കാരണം ദ്രോണന് വ്യൂഹമുഖത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ വയ്യാത്ത സ്ഥിതിയായി. ഒരു കൂട്ടം ആളുകളെ ദ്രോണൻ എതിർത്ത് തോൽപ്പിച്ച് മാറുമ്പോൾ അടുത്ത കൂട്ടം വന്ന് കയറുക. ദ്രോണനെ അവിടെ അവർ കെട്ടിയിട്ടു എന്ന് തന്നെ പറയണം. ദ്രോണൻ്റെ സകാരം ഏറ്റുവാങ്ങിയ ദുശാസനൻ വീണ്ടും സത്യകയുടെ മുമ്പിൽ എതിർക്കാനെത്തി. അതിൽ ശനിപുത്രൻ ദുശാസനൻ്റെ തേര് കുതിരകളൊക്കെ നശിപ്പിച്ചു. കൊല്ലാനുള്ള നിലയിലെത്തി. അപ്പോഴാണ് ഓർക്കണേ, ഭീമസേനൻ്റെ ഒരു പ്രതിജ്ഞയുണ്ട്, എല്ലാ കൗരവരെയും ഞാൻ കൊന്നോളാന്ന്. ഇനിയിപ്പോൾ ഞാനായിട്ടത് ലംഘിപ്പിക്കണ്ട എന്നും പറഞ്ഞ് ദുശാസനനെ കൊല്ലാണ്ട് കളിയാക്കി വിട്ടു. ഭീമസേനൻ ഒരു ഭാഗത്ത്, ദൃഷ്ടദ്യുമ്നൻ വേറൊരു ഭാഗത്ത്, അങ്ങനെ പിരിഞ്ഞ് കൗരവ സൈന്യത്തിനെ എതിർക്കുകയാണ്. പല പല വഴിക്കാണ് അവർ ആ വ്യൂഹം മുറിക്കാൻ നോക്കുന്നത്. ദ്രോണാചാര്യൻ്റെ കൗരവ പടയെ പല ഭാഗത്തു കൂടി എതിർക്കാൻ തുടങ്ങി. ആ ഭാഗങ്ങളിലുള്ള വ്യൂഹത്തിനൊക്കെ ചെറിയ ഇളക്കം തട്ടാൻ തുടങ്ങുമ്പോൾ ദ്രോണാചാര്യൻ അങ്ങോട്ടെത്തും. അതൊന്ന് ശരിയാക്കി എടുക്കുമ്പോഴേക്കും ഇവിടെ ശരിയാവില്ല. അങ്ങനെ ദ്രോണാചാര്യനെ അവരവിടെ തളച്ചിടുക തന്നെ ചെയ്തു. അത് വലിയൊരു യുദ്ധതന്ത്രം തന്നെയായിരുന്നു. ഒരിക്കലും ദ്രോണനെ കൃഷ്ണാർജുനന്മാരുടെ അടുത്തേക്ക് എത്തിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു പാണ്ഡവ പടയുടെ യുദ്ധതന്ത്രം. ബൃഹൽക്ഷേത്രൻ എന്ന് പറഞ്ഞ കേകയ രാജാവ് ദ്രോണനോട് എതിർത്തു. ദ്രോണൻ അവരൊക്കെ നിസ്സാരം, അയാളെ കൊന്നു തള്ളി. ദൃഷ്ടകേതു വന്ന് എതിർത്തു. ദൃഷ്ടകേതുവിൻ്റെ കഥയും കഴിഞ്ഞു. ദ്രോണൻ്റെ മുമ്പിലൊക്കെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് കണ്ട ദൃഷ്ടകേതുവിൻ്റെ പുത്രൻ വന്ന് ദ്രോണനോട് എതിർത്തു. പാവം പയ്യൻ, അതിനെ ദ്രോണൻ തീർത്തു. ദ്രോണനോടല്ല എതിർക്കുന്നത്, അവർ വ്യൂഹം പൊളിക്കാനാണ് നോക്കുന്നത്. അപ്പം ദ്രോണൻ അവിടെ എത്തുകയാണ്. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ദ്രോണൻ കൊന്നു വീഴ്ത്താൻ തുടങ്ങി. അധികം താമസിയാണ്ട് പാണ്ഡവ പട നോക്കി നിൽക്കെ മഗധനെ ദ്രോണാചാര്യൻ കൊന്നു വീഴ്ത്തി. ദ്രോണൻ്റെ പരാക്രമത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാണ്ട് പാണ്ഡവ സൈന്യം ഭീമസേനനെയും ദൃഷ്ടദ്യുമ്നെയും ഒക്കെ വിളിച്ച് ഓടാനും തുടങ്ങി.
യുദ്ധമുഖത്ത് വലിയ പ്രശ്നങ്ങൾ. ഈ സമയത്ത് പല പല നിരകളെയും ഒറ്റയ്ക്ക് എതിർത്ത് സത്യകി കൃഷ്ണ അർജുനന്മാരുടെ അടുത്തേക്ക് നീങ്ങാനുള്ള ശ്രമം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും നൽകി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.